പറയാനൊരു സംഭവം ഞാൻ പറയട്ടെ. ഒരിക്കൽ ഒരു വാപ്പയുടെ അടുക്കൽ ഒരു മകള് വന്നിട്ട് പറഞ്ഞു, വാപ്പാക്ക് മകൾക്ക് എന്തെങ്കിലും സംഭവിച്ച വാപ്പാക്ക് സഹിക്കൂല. ദാ ഇരിക്കുന്ന താജുദ്ദീൻ സാഹിബ് നെല്ലിക്കട്ട എന്റെ പ്രിയപ്പെട്ട സ്നേഹിതനാണ്. അദ്ദേഹം നെല്ലിക്കട്ടയിൽ അദ്ദേഹം വളരെ യാതൊരു നിലയിലുള്ള ഒരു ദാരിദ്ര്യമോ വിഷമമോ ഒന്നുമില്ലാത്ത നിലയിൽ അള്ളാഹു ഒരുപാട് സൗഭാഗ്യങ്ങൾ കൊടുത്ത മനുഷ്യനാണ്. അദ്ദേഹത്തിന് 3 പെൺകുട്ടികളും ഒരു മകനുമാണ്. മൂത്ത മകളെ കല്യാണം കഴിപ്പിച്ചയച്ചു. ആ കുട്ടിക്ക് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയ കഴുത്തിന്റെ ഭാഗത്തൊരു ട്യൂമർ കണ്ടു. ആ പ്രിയപ്പെട്ട സഹോദരി കഴുത്തിന്റെ ഭാഗത്ത് ട്യൂമർ വന്ന് ആ സഹോദരിയുടെ രോഗം മൂർച്ഛിക്കുകയും അവസാനം ബാംഗ്ലൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റലിൽ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർ പറഞ്ഞു, 20 ലക്ഷം രൂപ ചെലവഴിച്ച് 13 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു ശസ്ത്രക്രിയ നടത്തിയാൽ ആ ഭാഗത്തുള്ള എല്ലാ ട്യൂമറിനെയും എടുത്ത് നീക്കം ചെയ്ത് റിമൂവ് ചെയ്ത് നിങ്ങളുടെ മകൾ സേഫായി വരും എന്ന് പറഞ്ഞു. അറിയപ്പെട്ട ഹോസ്പിറ്റലാണ്, വിദഗ്ധരായ ഡോക്ടർമാരാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നീണ്ട 13 മണിക്കൂറോളം സർജറി നടത്തി 20 ലക്ഷം രൂപയുടെ ബില്ലടച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോളുടെ ചെവിയുടെ ഭാഗത്തെ ആ ട്യൂമർ നീക്കം ചെയ്യാൻ വേണ്ടിയിട്ട് വിദഗ്ധരായ ഡോക്ടർമാർ ശ്രമിച്ചു. 1 മാസം പിന്നിട്ടപ്പോൾ ആ പ്രിയപ്പെട്ട സഹോദരിക്ക് ഒന്നും ചവയ്ക്കാൻ പോലും കഴിയാത്ത നിലയിൽ, ഒന്ന് കിടക്കാൻ പോലും കഴിയാത്ത നിലയിൽ ആ പ്രിയപ്പെട്ട കുഞ്ഞനുജത്തിയുടെ രോഗം വർദ്ധിക്കുകയും പെട്ടെന്ന് തന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ഒന്നും ചെയ്യാനില്ല, ഒന്നും ഞങ്ങൾക്ക് ചെയ്യാനില്ല, വൈദ്യശാസ്ത്രത്തിന് ഇനി ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോകൂ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ ഇന്ന് ആ കിടക്കയിൽ ഇങ്ങനെ ചുരുണ്ടുകൂടിയിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരി, അല്ലാഹുവേ ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് വിശ്വാസികൾ ഇത്രയും ഒരുമിച്ചുകൂടി അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്ന 100 കണക്കിന് വിശ്വാസികളുള്ള സദസ്സാൻ നിങ്ങളെല്ലാവരും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അള്ളാഹുവിനോട് നിങ്ങൾ കേണപേക്ഷിച്ചിട്ട് ആമീൻ പറ. ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ ഈ പറയപ്പെട്ട ആയാത്തുകളുടെ, ഈ ഓതപ്പെട്ട മുബാറക്കായ സൂക്തങ്ങളുടെ പുണ്യ ഹദീസുകളുടെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവേ രോഗം വെച്ച ഷാഫിയായ കാഫിയായ അല്ലാഹ് നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് ഡോക്ടർമാരെന്തു പറഞ്ഞാലും, സൂപ്പർ സ്പെഷ്യാലിറ്റി എന്തു വിധി എഴുതിയാലും, മെഡിക്കൽ കോളേജ് എന്തു വിധി എഴുതിയാലും അല്ലാഹുവേ അവരൊക്കെ നിന്റെ ഫക്കീറുമാരായ നിന്റെ അടിമകൾ മാത്രമാണ്. നീയാണ് സൃഷ്ടാവ്, നീയാണ് ഷാഫി, നീയാണ് കാഫി, നീയാണ് മുആഫി. ഉടമസ്ഥനായ അല്ലാഹ് ഈ സദസ്സിന്റെ ബറക്കത്ത് കൊണ്ട് അത്ഭുതകരമായി ആ പൊന്നനുജത്തിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് അച്ചടക്കമുള്ള മകളാണ്, അച്ചടക്കമുള്ള പെങ്ങളാണ്, ഒരു വക്കത്ത് പോലും കളാക്കാത്ത ആ പൊന്നുമോളെ അല്ലാഹുവേ ആ ഓതലും ഊതലും ദിക്റും സ്വലാത്തുമായി കഴിയുന്ന പ്രിയപ്പെട്ട പൊന്നുമ്മക്ക്, ആ പ്രിയപ്പെട്ട പിതാവിന്, ആലിമീങ്ങളെ സാദാത്യങ്ങളെ ഇഷ്ടപ്പെടുന്ന സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട പിതാവിന്, ആ ഒന്നും അറിയാതെ ഓടിക്കളിക്കുന്ന ആ 2 കുഞ്ഞനുജത്തിമാർക്ക് അല്ലാഹുവേ വിദേശ രാജ്യത്ത് നിന്ന് തിരിച്ചു വന്ന് ഭാര്യയുടെ അടുക്കൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവന്, ആ സഹോദരിക്ക് ഒരു ബുദ്ധിമുട്ടും വരല്ലേ എന്ന് ദുആ ചെയ്തുകൊണ്ട് ദുബായിൽ നിന്ന് തിരിച്ചു വന്ന ആ ആങ്ങളയ്ക്ക് അല്ലാഹുവേ നീ തിരിച്ചു കൊടുക്കണേ റബ്ബേ. ഒരു അപകടകരമായ അവസ്ഥയും നീ വരുത്തല്ല റബ്ബേ. അല്ലാഹുവേ മരുന്നിനും ആശുപത്രിക്കൊന്നും ഒരു കഴിവില്ല അല്ലാഹുവേ, നീ നിന്റെ അജീബായ ഖുദ്റത്ത് കൊണ്ട് കാമിലായ ശിഫ നീ നൽകി ഈ പ്രകാശത്തെ സൃഷ്ടിച്ച ബുധനാഴ്ച രാവിലെ നിന്നോട് ചോദിക്കുന്നു, ഒരു ബുദ്ധിമുട്ടും നീ കൊടുത്ത് അവരുടെ മനസ്സിനെ മുറിവാക്കി നീ തിരിച്ചു വിളിക്കല്ലേ റബ്ബേ. നീ അത്ഭുതങ്ങൾ കാണിക്കുന്നവനാ. ആ പൊന്നുമോളുടെ കാര്യത്തിലും നീ അത്ഭുതങ്ങൾ ഉണ്ടാക്കണേ അല്ലാ. നമുക്ക് ദുആരക്കാൻ സഹോദരങ്ങളെ, എന്ത് ഡോക്ടർമാർ പറഞ്ഞാൽ എന്താ, ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങ് സേഫാക്കി തന്നേക്കാം, 20 ലക്ഷം കെട്ടിവെക്കുന്ന പറഞ്ഞ മണിപ്പാൽ ഹോസ്പിറ്റല്, ബംഗളൂരിലെ മണിപ്പാൽ ഹോസ്പിറ്റല് ഡോക്ടർമാർക്ക് എന്ത് കഴിവാളുള്ളത്? ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ആ പെങ്ങൾക്ക് ഈ വിഷം അനുഭവിക്കേണ്ടി വരുമോ? ഇല്ല പ്രിയപ്പെട്ടവരെ. മകൾക്കുണ്ടാകുന്ന വേദന ഒരു ഉപ്പാക്ക് സഹിക്കാൻ പറ്റൂലെന്നാ ഞാൻ ഈ പറഞ്ഞത്. മകൾക്കുണ്ടാകുന്ന വേദന ഉപ്പാക്ക് സഹിക്കാൻ പറ്റില്ല. ആ മകൾ വന്നിട്ട് ഉപ്പയോട് പറഞ്ഞു, ഉപ്പാ കണ്ടോ വെള്ളം കോരി 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 എന്റെ 2 കൈയും പൊട്ടി ഒലിക്കുകയാണ്. മോട്ടോർ സംവിധാനങ്ങളില്ലാത്ത
മറ്റുള്ള ഭൗതിക നൂതന സംവിധാനങ്ങളും ഇല്ലാത്ത ആ പുരാതന കാലം വാപ്പാന്റെ മുന്നിൽ വന്നിട്ട് പൊന്നുമോള്